ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് തംബ്നെയിലിൽ കണ്ട പോലെ ചെയ്യുന്നത് അമിഗുറുമിയാട്ടോ. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ അമിഗുറുമിയിലെ ഏറ്റവും ഈസി ആയിട്ടുള്ളതാണ്. കാരണം ഇതിൽ നമുക്ക് തയ്ച്ച് ചേർക്കാനോ, അമിഗുറുമി എന്ന് പറയുമ്പോൾ പല പാർട്സ് ചെയ്യുക, പിന്നെ അത് ഒന്നിച്ച് ചേർക്കുക, ഭയങ്കര പണിയാണല്ലോ. ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ള അമിഗുറുമിയാട്ടോ. നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് ചേർക്കൊന്നും വേണ്ട, ബിഗിനേഴ്സിന് പോലും ചെയ്യാൻ പറ്റും, ക്രോഷ്യ അറിയില്ലെങ്കിലും ചെയ്യാൻ പറ്റും കേട്ടോ. നിങ്ങൾ ഞാൻ പറഞ്ഞിരുന്ന പോലെ ഒരു ഹുക്ക് സെറ്റ് വാങ്ങാം മീഷോ എന്നൊക്കെ. ഇതൊരു 200 രൂപയിൽ താഴെയുള്ളൊരു സെറ്റിന് പിന്നെ കുറച്ച് യാണ് വാങ്ങാം. നിങ്ങൾക്ക് ബഡ്ജറ്റ് ഉണ്ട്, ഒരു 1000 റുപ്പീസൊക്കെ ബഡ്ജറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ടുള്ള യാൺസ് മാജിക് നീഡിലിൽ നിന്ന് വാങ്ങിക്കാം. അപ്പോൾ ഫ്രീ ഡെലിവറി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഇത് നമ്മുടെ ഷെനൈൽ യാൺ വെച്ച് ചെയ്തതാണ്. ഇനി ഇതിൻ്റെ തന്നെ ഈ സെയിം പാറ്റേൺ വെച്ചിട്ട് നോർമൽ നമ്മൾ സാധാരണ യാണുണ്ടല്ലോ, ആ യാൺ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈ സൈസിലാണ് കിട്ടുക കേട്ടോ. കുഞ്ഞ് ഒക്ടോപ്പസിനെ കിട്ടും. ഒക്ടോപ്പസൊക്കെ ആട്ടോ ബേസിക് ആയിട്ട് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത് ഷെനൈൽ യാൺ വെച്ച് ചെയ്യുമ്പോൾ ഈ സൈസ് അതേ സ്റ്റിച്ച് തന്നെ നോർമൽ യാൺ വെച്ച് വരുമ്പോൾ ഈ സൈസ് കണ്ടു. അപ്പോൾ ഇങ്ങനെയാണ് യാണും ഹുക്കും മാറുമ്പോൾ സെയിം പാറ്റേൺ യൂസ് ചെയ്താലും സൈസ് മാറുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യണേന്ന് കാണിച്ചു തരാം ഞാൻ. അപ്പോൾ അതിനെടുത്തിരിക്കുന്നത് നമ്മുടെ ഷെനൈൽ യാണാണ്, മാജിക് നീഡിലിൻ്റെ തന്നെ. അപ്പോൾ അതിന് യാൺ എടുക്കുക. അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മൾ മാജിക് സർക്കിൾ ഫോം ചെയ്യണം. കണ്ടോ, ഇതാ എങ്ങനെയാണ് മാജിക് സർക്കിൾ ഫോം ചെയ്യുക. ആ ഹുക്ക് എടുത്തേക്കുന്നത് ഇത് 5mm ഹുക്കാട്ടോ എടുത്തിരിക്കുന്നത്. ഇത് കണ്ടോ, 5mm. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് ഇതിനെങ്ങനെ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ മാജിക് സർക്കിൾ ഫോം ആയി. ഇനി ഒരു ചെയിൻ ഇടാം ഇതിലേക്ക്. ഇനി നമ്മൾക്ക് ഒരു 8 സിംഗിൾ ക്രോഷ്യ ഇതിലേക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ 1 2 3 4 5 6 7 8 സിംഗിൾ ക്രോഷ്യ ചെയ്തു. എന്നിട്ട് ഇനി ഇതിനെ വലിച്ചിട്ട് ഇത് ക്ലോസ് ചെയ്യാം. കണ്ടോ, ഇവിടെ സ്റ്റിച്ച് മാർക്കർ വയ്ക്കണം കേട്ടോ ഇതിനെന്തായാലും. ഇനി ഇതിലേക്ക് ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ അടിയിലേക്ക് നമുക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതിന് ഈ യാൺ തന്നെ എടുക്കണം എന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാനാണെങ്കിൽ ഏത് യാൺ വേണമെങ്കിലും എടുക്കാം. അക്രിലിക് യാൺ എടുക്കാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഹുക്ക് സൈസ് ഒരു 2.5mm ഹുക്ക് എടുത്താൽ മതി. അപ്പോൾ കിട്ടുന്ന സൈസ് ഇതാ ഈ സൈസിലായിരിക്കും കേട്ടോ. കുഞ്ഞ് ഒക്ടോപ്പസിനെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടണ്ടാവുക. ഇനി ചെയ്യേണ്ടത് എല്ലാ സ്റ്റിച്ചിലേക്കും നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഇൻക്രീസ് കൊടുക്കുക, 2 എണ്ണം എല്ലാ സ്റ്റിച്ചിൻ്റെ അടിയിലേക്കും. അപ്പോൾ ഇത് ഫസ്റ്റ് സ്റ്റിച്ച്, അതിൻ്റെ അടിയിലേക്ക് 2 എണ്ണം കൊടുത്തു. ഇങ്ങനെ എല്ലാത്തിലും ഇൻക്രീസ് കൊടുക്കുക. സെക്കൻഡ് സ്റ്റിച്ച് അതിലും കൊടുക്കണം 2 എണ്ണം. അങ്ങനെ ഈ റോ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. എല്ലാ കാണുന്ന സ്റ്റിച്ചിലും കൊടുക്കുക 2 എണ്ണം. എന്താ, അപ്പോൾ ഈ റോ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. ഇൻക്രീസ് എല്ലായിടത്തും ഇൻക്രീസ് കൊടുത്ത റോ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഇത് യാൺ മാറ്റി ഇവിടെ കയറ്റി വയ്ക്കാം. ഓക്കെ, ഇനി അടുത്തതിൽ ചെയ്യേണ്ടത് ഒരു സിംഗിൾ ക്രോഷ്യ ഒരു ഇൻക്രീസ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വണ്ണിൽ നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുവാണ്. സെക്കൻഡ് സ്റ്റിച്ച് വരുമ്പം ഇൻക്രീസ് കൊടുക്കുക 2 എണ്ണം, 1 2. ഇനി അടുത്ത സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ, അതിൻ്റെ അപ്പുറത്തെ സ്റ്റിച്ചിൽ ഇവിടെ 2 സിംഗിൾ ക്രോഷ്യ. അങ്ങനെ ഈ റോ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. കംപ്ലീറ്റ് ചെയ്യാം. ഇതാ, അപ്പോൾ ആ റോ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. നമ്മളിപ്പോൾ ചെയ്തത് ഒരു സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് ആട്ടോ ചെയ്യുക. ഇനി ചെയ്യേണ്ടത് ഇങ്ങനെ സ്റ്റിച്ച് മാർക്കറിനുള്ള യാണ് കയറ്റി വെച്ചു. ഇനി അടുത്തതിൽ ചെയ്യേണ്ടത് 2 സിംഗിൾ ക്രോഷ്യ കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ കൊടുത്തു, രണ്ടാമത്തേൽ ഒരു സിംഗിൾ ക്രോഷ്യ കൊടുത്തു, മൂന്നാമത്തെ വരുമ്പോൾ ഇൻക്രീസ് എന്ന് വെച്ചാൽ 2 എണ്ണം, 1 2 കൊടുത്തു കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ റോ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. 2 സിംഗിൾ ക്രോഷ്യ പിന്നെ ഒരു ഇൻക്രീസ്. ഇപ്പോൾ കണ്ടോ, ഞാൻ ആ റോ കംപ്ലീറ്റ് ചെയ്തു. 2 സിംഗിൾ ക്രോഷ്യ ഒരു ഇൻക്രീസ് എന്നുള്ള റോ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾക്ക് താഴോട്ടേക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ അതാ നോക്കും, ഇതിൻ്റെ മോഡൽ വെച്ച് നോക്കുവാണെങ്കിൽ ഇതാ ഇവിടെ വരെയുള്ളതാണ് നമ്മൾ ചെയ്തത്. 1 2 3 4 5 ഇതാ ഇവിടെ വരെയുള്ളത്. ഇനി ചെയ്യേണ്ടത് ഒരു 5 റോയിൽ ഇൻക്രീസും ഇല്ല ഡിക്രീസും ഇല്ല. 1 2 3 4 5 ഈ 5 റോയിൽ ഇൻക്രീസും ഇല്ല ഡിക്രീസും ഇല്ലാതെ കൊടുക്കണം കേട്ടോ. ഒരേപോലെ തന്നെ അങ്ങ് ചെയ്തു പോവാം. ഓക്കെ, അതിന് പ്രത്യേകിച്ച് ഡിക്രീസ് കൊടുക്കേണ്ട കാര്യമില്ല. അത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അതിനിപ്പോൾ ഇനി എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ലല്ലോ, വെറുതെ അങ്ങ് ചെയ്തു പോയാൽ മതി. 5 റോ തീരുന്നവരെ സിംഗിൾ ക്രോഷ്യ അങ്ങ് ചെയ്തു പോവാം കേട്ടോ. ഇങ്ങനെ വെറുതെ ചെയ്തു പോവാം. ഓക്കെ, അപ്പോൾ അത് 5 റോ കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ. ഇതാ ഞാൻ 5 റോയും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാ ഇവിടെ നോക്കൂ, ഇവിടെ വെച്ചത് 1 2 3 4 5 5 റോ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിവിടെ മാറ്റി ഇവിടെ കയറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഡിക്രീസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി ചെയ്യേണ്ടത് ഒരു 3 സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് ഒരു ഡിക്രീസ് ചെയ്യാം. അപ്പോൾ 1 സിംഗിൾ ക്രോഷ്യ ചെയ്തു, രണ്ടാമത്തെ സിംഗിൾ ക്രോഷ്യ ചെയ്തു, മൂന്നാമത്തെ സിംഗിൾ ക്രോഷ്യ ചെയ്തു. പിന്നെ ഇനി ഡിക്രീസ്
ഡിക്രീസ് ചെയ്യാന്ന് പറയുമ്പോൾ ഇതിലത്തെ ഫ്രണ്ട് ലൂപ്പിൽ കൂടെ വലിച്ചെടുക്കും, ഇതിൻ്റെ ബാക്ക് ലൂപ്പിൽ കൂടെ വലിച്ചെടുക്കും, 3 ഉള്ളിൽ കൂടെയും വലിച്ചു. ഓക്കെ, ടൈറ്റാക്കാം. ഇനി അടുത്തത് വീണ്ടും 3 സിംഗിൾ ക്രോഷ്യ, 1 2 3 3 സിംഗിൾ ക്രോഷ്യ ചെയ്തു. വീണ്ടും ഡിക്രീസ് 1 2 3 ഉള്ളിൽ കൂടെ വലിച്ചു, ഇപ്പോൾ ഡിക്രീസായി. വീണ്ടും 3 സിംഗിൾ ക്രോഷ്യ, പിന്നെ ഡിക്രീസ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ റോ കംപ്ലീറ്റ് ചെയ്യാം. 2 3 ഡിക്രീസ്, ഇൻവിസിബിൾ ഡിക്രീസ് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഇവിടെ നോക്കുമ്പോൾ 2 ലൂപ്പുണ്ട്, ഫ്രണ്ട് ലൂപ്പും ഉണ്ട്, ബാക്ക് ലൂപ്പും ഉണ്ട്. അപ്പോൾ ഫ്രണ്ട് ലൂപ്പിൽ കൂടെ മാത്രം ഇങ്ങനെ കണ്ടോതാ നോക്കൂ, ഇങ്ങനെ പിടിച്ചിട്ട് അതിനെയാണ് ഡിക്രീസ് എന്ന് പറയുക. ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഫ്രണ്ട് ലൂപ്പിൽ കൂടെ മാത്രം എടുത്തു ഇതിനെ വലിച്ചു. എന്നിട്ട് നമ്മൾ തൊട്ടപ്പുറത്തെ വീണ്ടും ഫ്രണ്ട് ലൂപ്പിൽ കൂടെ മാത്രം എടുത്ത് വലിച്ചു, 3 ഉള്ളിൽ കൂടെയും വലിച്ചപ്പം ഇൻവിസിബിൾ ഡിക്രീസ് ആയിട്ടോ. അപ്പോൾ ഇതിങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം. എന്താ അപ്പോൾ കണ്ടോ, എല്ലായിടത്തും ഞാൻ ഡിക്രീസ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ലെഗ്സ് ചെയ്ത് തുടങ്ങാം. ഓക്കെ, ലെഗ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതങ്ങ് യാൺ മാറ്റാം. എന്നിട്ട് ഇവിടെ നിന്ന് ഒരു 10 ചെയിൻ ഇടാം കേട്ടോ. 3 4 5 6 7 8 9 10 10 ചെയിൻ ഇട്ടിട്ട് ഇതിൽ രണ്ടാമത്തെ സ്റ്റിച്ചിലേക്ക് നമുക്ക് ഡബിൾ ക്രോഷ്യ കൊടുക്കാം. ഓക്കെ, എല്ലാ സ്റ്റിച്ചിലേക്കും ഡബിൾ ക്രോഷ്യ കൊടുക്കണം. അപ്പോൾ ഇവിടേക്ക് ഒരു ഡബിൾ ക്രോഷ്യ കൊടുക്കാം. ഡബിൾ ക്രോഷ്യ കൊടുത്തു. രണ്ടാമത്തേക്കും ഡബിൾ ക്രോഷ്യ, അടുത്തേക്കും ഒരു ഡബിൾ ക്രോഷ്യ, ഇവിടെ ഡബിൾ ക്രോഷ്യ, കണ്ടോ. ഇങ്ങനെ അതങ്ങ് ചെയ്തു പോവാം. ഞാൻ ഒരു കാലേ കാണിക്കണുള്ളൂ കേട്ടോ, ബാക്കിത്തെ സെയിം പോലെ തന്നെയാണ്. അപ്പോൾ പിന്നെ അതങ്ങ് ചെയ്തു പോയാൽ മതി. എന്നാൽ നോക്കൂ, ഇനി ഒരു സ്റ്റിച്ചും കൂടി ഉണ്ട് ഇവിടെ കേട്ടോ. ഇവിടെ നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ ഈ ആണ് എടുക്കാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത്. നോർമൽ ആണിൽ ചെയ്തൊക്കെ നോക്കി ഓക്കെ ആയിട്ട് ഷനൈലി ആണിലേക്ക് പോകുന്നതാണ് നല്ലത്. ഇനി ചെയ്യേണ്ടത് ഇവിടെ ഒരു സ്റ്റിച്ച് വിട്ടിട്ട് ഇതിൻ്റെ ഇപ്പുറത്തെ സ്റ്റിച്ചിൻ്റെ അടിയിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് കൊടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് തൊട്ടപ്പുറത്ത് ഒരു സിംഗിൾ ക്രോഷ്യ കൊടുക്കാം കേട്ടോ. കണ്ടോ, അപ്പോൾ ഈ കാലിങ്ങനെ വളഞ്ഞിങ്ങനെ നിൽക്കും. ഇനി തൊട്ടപ്പുറത്ത് സിംഗിൾ ക്രോഷ്യ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും അപ്പുറത്തേക്ക് പോയിട്ട് ഒരു സിംഗിൾ ക്രോഷ്യ കൊടുത്തിട്ട് രണ്ടാമത്തെ സിംഗിൾ ക്രോഷ്യ വീണ്ടും ഇതുപോലെ തന്നെ ഒരു 10 ചെയിൻ ഇട്ടിട്ട് ഈ ലെഗ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒരെണ്ണം ഒരു കാല് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് 2 സിംഗിൾ ക്രോഷ്യ കൊടുക്കണം, എന്നാലേ ഒരു ഗ്യാപ്പ് കിട്ടുള്ളൂ കാലിന്. അല്ലെങ്കിൽ സിംഗിൾ ക്രോഷ്യ കൊടുക്കാതിരുന്നത് അടുപ്പിച്ച് ഇങ്ങനെ ചേർന്നിരിക്കുവേ. അപ്പോൾ ഇപ്പോൾ ഈ ലെഗ് ചെയ്തില്ലേ, അതുപോലെ തന്നെ എല്ലാ ലെഗും ചെയ്ത് ഫിനിഷ് ചെയ്യാം കേട്ടോ. അതപ്പോൾ നോക്കൂ, ഞാൻ ലാസ്റ്റ് കാലും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടേക്ക് ഇനി ഇവിടേക്ക് ഞാനൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യും. എന്നിട്ടൊരു സിംഗിൾ ക്രോഷ്യം കൂടി ചെയ്താൽ ഇതിങ്ങനെ ഒരു സിംഗിൾ ക്രോഷ്യം കൂടി ചെയ്താൽ ഇതിൻ്റെ വർക്ക് കഴിഞ്ഞു കേട്ടോ. പിന്നെ ഒരു യാൺ കട്ട് ചെയ്യാം. എന്നിട്ട് ഇതിനങ്ങ് വലിക്കാം കേട്ടോ ടൈറ്റായിട്ട്. ഇതാ കണ്ടോ, ഒക്ടോപ്പസിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് തയ്ച്ചു കൊടുക്കേണ്ടി വരും. ഇനി വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്നുകിൽ ഫൈബർ ഫില്ല് ചെയ്ത് ഇതിങ്ങനെ ആക്കാം. അതായത് കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ ഫൈബർ ഫില്ല് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അടിയിലേക്ക് ഇത് ക്ലോസ് ചെയ്യാനുള്ള ഈ ഒരു പീസ് ഉണ്ടാക്കണം. അതല്ല ചിലർക്ക് ഇപ്പോൾ ഇതിങ്ങനെ കൈ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇടാൻ പറ്റും. കണ്ടോ, ഇങ്ങനെ ഇട്ടിട്ട് ഇതിങ്ങനെ ചുമ്മാ ചെയ്യാനായിരിക്കും ഇഷ്ടം, കളിക്കാനായിരിക്കും ഇഷ്ടം കുട്ടികൾക്ക്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്കൊന്നും പിന്നെ ഇടാൻ നിൽക്കണ്ട. ഇനി നമുക്ക് ഐസ് ഫിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഐസ് ഫിക്സ് ചെയ്യേണ്ടത് ഇതാ നോക്കി, ഏകദേശം ഇവിടെ ആയിട്ട് ഇവിടെ ഫിക്സ് ചെയ്യാം കേട്ടോ. ഈ ഒരു തേർഡ് താഴത്തേന്ന് 3ാമത്തെ റോയിൻ്റെ ഇവിടെ ആയിട്ട് ഐസ് ഫിക്സ് ചെയ്യാം. ഐസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ സേഫ്റ്റി ഐസ് ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ, ഞാൻ പൊതുവെ ഇത്തരം ഐറ്റംസ് ഒക്കെ വാങ്ങിക്കുന്നത് മീഷോ എന്നാണ്. അപ്പോൾ ഇനി 5 സ്റ്റിച്ച് ഗ്യാപ്പിൽ അടുത്ത കണ്ണ് 1 2 3 4 5 ഇവിടെ ആയിട്ട് വയ്ക്കാം കേട്ടോ. അടുത്തത് പല സൈസിൽ വരും.
അപ്പോൾ നിങ്ങൾ വെച്ച് നോക്കുക, പല ഐസ് കാണും, ഒരു സെറ്റിൽ പല സൈസിലുള്ള ഐ കാണും. അപ്പോൾ അത് ഏതാണ് ഇതിന് ഏറ്റവും സ്യൂട്ടബിൾ ആവുക എന്ന് നമ്മൾ തന്നെ വെച്ച് നോക്കി ഡിസൈഡ് ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. അപ്പോൾ അതാ കണ്ണ് രണ്ടും ഫിക്സ് ചെയ്തു, കണ്ടോ നല്ല ഭംഗിയില്ലേ, ക്യൂട്ടല്ലേ. ഇനി ഞാൻ എങ്ങനെയാണ് ഇത് ഫൈബർ ഫില്ല് ചെയ്തിട്ട് ഇത് ക്ലോസ് ചെയ്യണേന്നും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്തായാലും ഇതാ കണ്ടോ, ഇതിൽ നമ്മൾ ഫസ്റ്റ് മാജിക് റിങ് ഉണ്ടാക്കി, പിന്നെ 8 സിംഗിൾ ക്രോഷ്യ ചെയ്തു, എല്ലാ സ്റ്റിച്ചിലും ഓരോ ഡബിൾ ക്രോഷ്യ ചെയ്തു. അങ്ങനെ ഈ ഒരു സർക്കിൾ കംപ്ലീറ്റ് ആക്കി കേട്ടോ, ബേസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനിയൊരു സ്ലിപ്പ് സ്റ്റിച്ച് കൊടുക്കാം, എന്നിട്ടിത് കട്ട് ചെയ്ത് കളയാം. ഈ ഇങ്ങനെ നീണ്ടു നിൽക്കണം. അപ്പോൾ അത് വെച്ചിട്ടാട്ടോ നമ്മൾ ഇനി തയ്ക്കാൻ പോണത്, തയ്ച്ച് ഫിക്സ് ചെയ്യാൻ പോണത്. കണ്ടോ, അപ്പോൾ ഇതിവിടെ ഇങ്ങനെ വെക്കാം, എന്നിട്ട് നമ്മുടെ നീഡിൽ വെച്ചിട്ട് തയ്ച്ചു കൊടുക്കാം. കണ്ടോ, ഇനി ഇങ്ങനെ ഇതിൻ്റെ സൈഡിലേക്ക് എല്ലായിടത്തേക്കും ആയിട്ട് ഇങ്ങനെ അങ്ങ് തയ്ച്ച് പോയാൽ മതി കേട്ടോ. കണ്ടോ, ഇതാ ഇതുപോലെ. ഇങ്ങനെ കേട്ടോ, ഇതെല്ലായിടത്തും തയ്ക്കാം. ഇതപ്പോൾ നോക്കൂ, നമ്മുടെ ഒക്ടോപ്പസിൻ്റെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഒക്ടോപ്പസിന് 8 കാല് വേണമെന്നാണ് പറയാം. അപ്പോൾ ഇത് ഞാൻ ചെയ്തു വരുമ്പോൾ 3 പ്രാവശ്യം ചെയ്തപ്പോഴും എനിക്ക് 7 കാലേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്കിത് 8 കാല് വേണമെന്ന് നിർബന്ധമാണെങ്കിൽ, ഇപ്പം നമ്മൾ ഇവിടെ ഒരു സിംഗിൾ ക്രോഷ്യ കൊടുത്തില്ലേ ഇതിൻ്റെ ഗ്യാപ്പിൽ, കണ്ടോ ഇപ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് കണ്ടോ, ഈ ഗ്യാപ്പിൽ സിംഗിൾ ക്രോഷ്യ ചെയ്യാതെ ഇവിടെ സ്ലിപ്പ് സ്റ്റിച്ച് കൊടുത്തിട്ട് അടുത്ത സ്റ്റിച്ചിൽ തന്നെ ചെയിൻ ഇട്ടിട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം 8 കാല് കിട്ടിയേക്കാട്ടോ, ഉറപ്പില്ല. എന്തായാലും ഞാനങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല, എനിക്ക് 7 കാല് കൊണ്ട് ഞാൻ സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കിനി ഇതുപോലെ മൗത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഇവിടെ വരണം, ഇങ്ങനെ വായ ചെയ്ത് കൊടുക്കാം കേട്ടോ, ബ്ലാക്ക് യാൺ വെച്ചിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഈ ട്യൂട്ടോറിയൽ, നല്ല സുഖം കേട്ടോ കയ്യിൽ ഇത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ നോർമൽ യാണാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാ ഈ സൈസിൽ കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്